നമസ്കാരം. ഇന്ന് കേരളം ഞെട്ടിയുണരുന്നത് ഒരു അരുംകൊലയെങ്കിലും കേട്ടിട്ടായിരിക്കും. ഒന്നിനു പുറകെ ഒന്നായി കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പതിവായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ അല്ലെങ്കിൽ അഭ്യസ്ത കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നത്. ക്രൂരതയുടെ അങ്ങേയറ്റം എന്നാണ് ഓരോ ഞെട്ടിക്കുന്ന സംഭവങ്ങളും കാണുമ്പോൾ നമ്മൾ പറയുക. എന്നാൽ അതിലും ക്രൂരമായ സംഭവമായിരിക്കും പിന്നാലെ എത്തുന്നത്. അമ്പൂരിയിലെ രാഖിയുടെ കൊലപാതകവും, ആലപ്പുഴയിലെ സൗമ്യ കൊലക്കേസ്, ഷാരോൺ വധക്കേസ്, വിഷ്ണുപ്രിയ കൊലക്കേസ്, കഠിനംകുളം ആതിര കൊലക്കേസ്, അങ്ങനെ വിരലിലെണ്ണിയാൽ തീരില്ല കേരളം കണ്ട അരുംകൊലകൾ. 4 വർഷം മുൻപ് കേരളത്തെ നടുക്കിയ ക്രൂരമായ കൊലപാതകമായിരുന്നു അമ്പൂരിയിലെ രാഖിയുടേത്. വീട്ടിൽ നിന്ന് എറണാകുളത്തെ ജോലി സ്ഥലത്തേക്ക് പോയ യുവതിയെ പിന്നീട് കാണാതായെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാത്തതിലുള്ള വൈരാഗ്യത്തിൽ രാഖിയെ കാമുകൻ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. സൈനികനായ അഖിലും കൊല്ലപ്പെട്ട രാഖിയും തമ്മിൽ വളരെ കാലമായി പ്രണയത്തിലായിരുന്നു. കൊച്ചിയിലെ ഒരു ക്ഷേത്രത്തിൽ വച്ച് അഖിൽ ആരും അറിയാതെ രാഖിയെ വിവാഹവും ചെയ്തു. എന്നാൽ ഇതിനിടെ മറ്റൊരു പെൺകുട്ടിയുമായി രാഹുൽ അടുക്കുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹത്തിന് രാഖി തടസ്സം നിന്നതോടെയാണ് അഖിലിന്റെ തനി നിറം പുറത്തു വന്നത്. 2019 ജൂൺ 21 സഹോദരങ്ങളായ അഖിലും രാഹുലും ചേർന്ന് രാഖിയെ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. കാറിൽ വെച്ച് രാഖിയുടെ കഴുത്തു ഞെരിച്ച് അബോധാവസ്ഥയിലാക്കി. പിന്നീട് അമ്പൂരിയിലെ പണി നടക്കുന്ന രാഹുലിന്റെ വീട്ടിലെത്തിച്ച് സഹോദരങ്ങൾ ചേർന്ന് കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് മരണമുറപ്പാക്കി. തുടർന്ന് അയൽവാസിയായ ആദർശിന്റെ സഹായത്തോടെ മുൻകൂട്ടിയെടുത്ത കുഴിയിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹം നഗ്നിയാക്കി ഉപ്പുകല്ലുകൾ വിതറി മണ്ണിട്ട് മൂടി തുടർന്ന് കാമുകിൻ തൈകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അന്ന് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കൊലപാതകമായിരുന്നു അമ്പൂരിയിൽ നടന്നത്. അതേസമയം 2022 ഒക്ടോബർ 22 കണ്ണൂർ മെഗോരി വെള്ളായിയിലെ വിഷ്ണുപ്രിയ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്തായിരുന്നു കേസിലെ പ്രതി. 5 വർഷത്തോളം പ്രണയത്തിലായിരുന്നു ഇരുവരും. സമീപകാലത്തുണ്ടായ ചില പിണക്കങ്ങളെ തുടർന്ന് വിഷ്ണുപ്രിയ ശ്യാംജിത്തുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് പൊന്നാനി സ്വദേശിയായ മറ്റൊരാളുമായി വിഷ്ണുപ്രിയ സൗഹൃദത്തിലാവുകയും ചെയ്തു. ഇതാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത്. എന്നാൽ ഇവിടെയും സൈക്കോ കൊലപാതകങ്ങൾ അവസാനിക്കുന്നതായിരുന്നില്ല. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 2022 ഒക്ടോബർ 25 പാറശാല സ്വദേശിനിയും കോളേജ് വിദ്യാർത്ഥിയുമായ ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. കടുത്ത ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ ആരോഗ്യനില ദിവസം കൂടുന്തോറും വഷളാവുകയും ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം നിലച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. ഷാരോണും സുഹൃത്തായ ഗ്രീഷ്മയും നേരത്തെ പ്രണയത്തിലായിരുന്നു. പിന്നീട് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാനായിരുന്നു ഗ്രീഷ്മയുടെ ശ്രമം. എന്നാൽ ഷാരോൺ ഇതിന് തയ്യാറായതുമില്ല. ഇതോടെയാണ് ജ്യൂസിൽ ഗുളിക പൊടിച്ചു നൽകി കൊലപ്പെടുത്താൻ ആദ്യം ശ്രമിക്കുന്നത്. ഇത് പരാജയപ്പെട്ടതോടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി ഇഞ്ചിഞ്ചായി ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലുകയായിരുന്നു. ഒടുവിൽ 10 ദിവസങ്ങൾക്ക് മുൻപാണ് ഗ്രീഷ്മയ്ക്ക് കോടതി തൂക്കുകയർ വിധിച്ചത്. കേരളത്തെ നടക്കിയ ആലപ്പുഴ സൗമ്യ വധക്കേസ് ഇപ്പോഴും ആർക്കും കേൾക്കുമ്പോൾ വിശ്വസിക്കാനാകാത്ത മറ്റൊരു സംഭവമാണ്. പോലീസുകാരായ അജാസും സൗമ്യയും അടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ ആദ്യമൊന്നും ഉണ്ടായ സന്തോഷം അധിക നാൾ അവരുടെ ജീവിതത്തിൽ നീണ്ടുപോയില്ല. സൗമ്യ തന്നിൽ നിന്നും അകന്നു പോകുമെന്ന് മനസ്സിലാക്കിയ അജാസ് വടിവാള് കൊണ്ട് വെട്ടിയ ശേഷം തീ കൊളുത്തി സൗമ്യയെ കൊല്ലുകയായിരുന്നു. എന്നാൽ സൗമ്യയെ തീ കൊളുത്തി കൊല്ലുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ അജാസ് ഇതേ തുടർന്നുണ്ടായ അണുബാധയും ന്യൂമോണിയയും മൂലം മരണമടയുകയും ചെയ്തു. കൂടാതെ തിരുവനന്തപുരത്തെ വർക്കല വടശ്ശേരി കോണത്തെ കോളേജ് വിദ്യാർത്ഥിനിയായ സംഗീതയെ നേരത്തെ അടുപ്പമുണ്ടായിരുന്ന പള്ളിക്കൽ സ്വദേശിയായ ഗോപു കഴുത്തറുത്തു കൊന്നതും കേരളം ഞെട്ടലോടെയായിരുന്നു കേട്ടത്. താനുമായുള്ള ബന്ധം സംഗീത അവസാനിപ്പിച്ചതും മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയവുമാണ് ഗോപുവിനെ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. പുതിയ സിം കാർഡ് വാങ്ങി അഖിൽ എന്ന പേരിൽ സംഗീതയുമായി ചാറ്റിംഗിലൂടെ സൗഹൃദം സ്ഥാപിച്ച പ്രതി പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതുകൂടാതെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകവും ചേന്ദമംഗലത്ത് നടന്ന കൂട്ട കൊലപാതകവും ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു.
പ്രണയം, സൗഹൃദം, ലഹരി എല്ലാ സംഭവങ്ങളിലും വില്ലന്മാർ പലതരക്കാരാണ്. കൊല്ലാൻ മടിക്കാത്ത മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നതെങ്ങനെ എന്നതാണ് അത്ഭുതം. എന്നാൽ മനസ്സിലാകാത്ത മറ്റൊരു സംഗതി കൂടിയുണ്ട്. കൊല നടത്തിയാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അതിന് തുനിഞ്ഞിറങ്ങുന്ന ഇക്കൂട്ടരുടെ പേടിയില്ലായ്മ. അതിനാൽ തന്നെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്നതാണ് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിൽ സൈക്കോകളെ പേടിച്ച് എങ്ങനെ പുറത്തിറങ്ങുമെന്നതാണ് കൊച്ചു കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ.